ഹായ് ഹലോ വെൽക്കം. ഈ ഓണത്തിന് നല്ലൊരു സൂപ്പർ ക്രോപ്പ് ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അത് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയലുകൾ സിൽക്കി കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. വലിയ പ്രൈസൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അഫോർഡബിൾ റേറ്റിൽ ഒരു സൂപ്പർ ആയിട്ടുള്ള റിച്ച് ലുക്ക് തരുന്ന ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണല്ലോ. ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് ഞാൻ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. സ്ലീവ്ലെസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വിചാരിക്കുന്നത്. അതും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തു. ഇനി കട്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ്. ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇതിന് പറ്റിയ മാച്ചിങ് കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കട്ട് ചെയ്തതിന് ശേഷം ഷോൾഡറുകൾ തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു ടോപ്പിൻ്റെ ക്രോപ്പ് ടോപ്പിൻ്റെ റൈറ്റ് സൈഡും ലൈനിങ് പീസിൻ്റെ റൈറ്റ് സൈഡും തമ്മിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ, അതായത് മാച്ച് ആവുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് മോട്ട് സൂചിയൊക്കെ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് നമ്മൾ ആ നെക്കില്ലേ, ആ നെക്കിൻ്റെ ചുറ്റും ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ്. ക്യാൻവാസ് ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ആ ലൈനിങ് പീസിൽ ഒരു ചെറിയ നോച്ചിട്ട് അതിലൂടെ ആ ലൈനിങ് പീസ് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് തിരിച്ച് അടിക്കുക എന്നുള്ളതാണ്. പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഇതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കണം. ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നിലധികം ഫങ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഇതുപോലത്തെ നല്ല ക്രോപ്പ് ടോപ്സ് ചെയ്ത് വെച്ച ഒരു കോമൺ സ്കേർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്ത് ഇടാമല്ലോ. വളരെ മിനിമം ടൈമിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സ്ലീവിൻ്റെ സൈഡാണ് ഇപ്പോൾ അടിക്കാൻ പോകുന്നത്. അതിനുശേഷം ലൈനിങ് മെറ്റീരിയൽ എല്ലാം കട്ട് ചെയ്ത് നീക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു കട്ട് പീസ് വെച്ചിട്ട് സ്ലീവിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് ലേസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. വിവിധ തരത്തിലുള്ള ലേസസ് നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ വീതി കുറഞ്ഞതോ കൂടിയതോ അല്ലെങ്കിൽ സാരി ലേസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മളുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിയും ഇഷ്ടത്തിനും അനുസരിച്ച് നമുക്കിതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് ഇതിനൊരു ഡിസൈനർ ലുക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ലേസും ആ ക്ലോത്തും തമ്മിൽ നല്ല രീതിയിൽ ബ്ലെൻഡായി പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇത്രയും വീതിയുള്ള ഒരു ലേസാണ്, ഒരു ബോർഡർ ലേസാണ്. അപ്പോൾ അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലേസിനനുസരിച്ച് നിങ്ങൾക്കും എങ്ങനെ വേണമെങ്കിലും അതിനെ ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് നമ്മളതിനെ ഫിനിഷ് ചെയ്ത് ബ്ലൗസ് നോർമലി ചെയ്യുന്ന പോലെ 2 സൈഡ് കൂട്ടിയടിക്കുന്നു, ബാക്കിൽ ഹുക്ക് വെച്ച് കൊടുക്കുന്നു. അത്രമാത്രം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.